തന്നാനെ തന താനനെ തന്നാനെ താനനെ തന്നാനെ തന താനനെ തന്നാനെ താനനെ തന്നാനെ തന താനനെ തന്നാനെ. ഏയ് നാട്ടുകാരെ, ഇത് തെരഞ്ഞെടുപ്പ് കാലം. അതെ, ഇപ്പോൾ ഇവിടെ ഇതാണ് സ്ഥിരം കാഴ്ച. റോഡിലും നാടിലും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ചിരിമുഖങ്ങളിലൂടെ ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങി നടന്ന് വീടെത്തണം. ഭക്ഷണമില്ലാത്തവന് ടോയ്ലറ്റ്, അതും 400 സ്ക്വയർ ഫീറ്റ്. അതെ, മൊബൈൽ ഫോൺ ഇല്ലാത്തവന് ഫ്രീ സിം വിത്ത് ഇന്റർനെറ്റ് 4G, അതും 1 KB മുതൽ 2 GB വരെ. അങ്ങനെ തുടങ്ങി റോഡ്, പാലം, കുളം, വീട്, അങ്ങ് വിമാനത്താവളം വരെ. ഈ വാഗ്ദാന പെരുമഴ കൊണ്ട് ജലദോഷം വരെ പിടിച്ചു. എടാ സുരേഷേ, എന്താടാ നിസാറെ, നിനക്കൊരു കാര്യം അറിയൂ? എനിക്ക് എൻ്റെ വീട്ടിലിരിക്കണേക്കാളും ഇഷ്ടം ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വന്നിരിക്കാം. എന്താ പറയാ, ഇവിടെ ഇരുന്നാലുണ്ടല്ലോ നമ്മളാ മൈസൂർ രാജാവിന്റെ കൊട്ടാരില്ലേ, അതിന്റെ സിംഹാസനത്തിലിരിക്കുന്ന അതേ ഒരു ഫീല. 4 തൂണ് നാട്ടിയിട്ട് ഒരു തകര ഷീറ്റിട്ട നിസോറിന്റെ മൈസൂർ കൊട്ടാരം. അനക്ക് ഭ്രാന്താണ് ചെങ്ങായി. എനിക്കല്ല ഭ്രാന്ത്, അത് ആർക്കാണെന്ന് ഞാൻ എനക്ക് പറഞ്ഞുതരാം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെയൊക്കെ വീട് വയ്ക്കാൻ ഒരു എത്ര ലക്ഷം രൂപ ചെലവായി കാണും? ഒരു 30-35 ആണേ? എന്നാ നീ പറ, ഈ ബസ് സ്റ്റാൻഡ് പണിയാൻ എത്ര ലക്ഷം രൂപ ചെലവായി കാണും? ഈ ബസ് സ്റ്റാൻഡ് സർക്കാരിന്റെ അല്ലേ പണി? ഒരു 3 ലക്ഷം രൂപ ചെലവ്, പിന്നെ കൈക്കൂലി അതൊരു 3.5 കൂട്ടിക്കോ, പിന്നെ എല്ലാം കൂടി ചേർത്ത് ഒരു 7.5 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ. നീ ഇങ്ങോട്ട് വന്നേ, എന്നിട്ടാ ഇന്നലെ കോൺട്രാക്ടർ വെച്ച ആ ബോർഡൊന്ന് വായിച്ചു നോക്കൂ. ഈ ചന്തക്കുളത്ത് ശ്രീധരൻ MP-യുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 1 കോടി ചെലവിട്ട് ശ്രീ കുരുവിത്തടത്ത് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ഇതിന്റെ മുന്നിൽ നമ്മളെ പെരയൊക്കെ എന്ത്? അതാണ് ഞാൻ എന്നോട് പറഞ്ഞത്, നമ്മുടെയൊക്കെ വീട്ടിലിരിക്കണേക്കാളും പവറ ഈ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കാൻ. ഞാൻ കുറ്റം പറയാൻ പറ്റൂല കേട്ടാ. ശരിക്കും നമുക്ക് മാത്രമാണോ ഇവിടെ ഭ്രാന്ത്? ആണോ നാട്ടുകാരെ, നമുക്ക് മാത്ര ഭ്രാന്ത്? അല്ല, നിങ്ങളോടൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിൽ ഇത്രയും അക്രമവും കൊള്ളയും കൊലയും അഴിമതിയും നടന്നിട്ടും അതൊന്നും കാണാത്ത പോലെ, അതൊന്നും കേൾക്കാത്ത പോലെ, അതൊന്നും മിണ്ടാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ നാവെന്താ ഇറങ്ങിപ്പോയോ? നിങ്ങളെന്താ അത്രയ്ക്ക് ഹൃദയശൂന്യരായി പോയോ? അതെന്താണെന്നറിയോ? അഴിമതിയിൽ മുങ്ങി, അഴിമതി കുടിച്ച്, അഴിമതി തിന്ന് തിടം വെച്ച രാഷ്ട്രീയക്കാരെ കണ്ട് മടുത്തില്ലേ ഇനി നിങ്ങൾക്ക്? എങ്കിലതാ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ കയ്യൊപ്പിനായി നമ്മളിതാ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു. അഴിമതിരഹിത രാഷ്ട്രീയത്തിന്റെ അമരക്കാരി ചെക്കക്കോണം വാറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ വെൽഫെയർ പാർട്ടിയുടെ നൂർജഹാൻ സലാം. നമ്മുടെ സ്ഥാനാർത്ഥി നൂർജഹാൻ സലാമും നമ്മുടെ ചിഹ്നം ഗ്യാസ് സിലിണ്ടറും. വരൂ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു അഴിമതിരഹിത വാർഡിനായി കൈകോർത്ത് പിടിക്കാം. വികസനം 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 വികസനം. നാട്ടുകാരെ, ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു വ്യക്തിഗത ആനുകൂല്യ വിതരണം. വീട്, മോട്ടോർ, കൃഷി, അങ്ങനെ സകലതുമായിട്ടുള്ള എല്ലാം ഫണ്ട് അർഹർക്ക് എങ്ങനെ അർഹർക്ക് ലഭിക്കുന്നു. പിന്നെ അർഹതയുടെ കാര്യം അത് നമ്മൾ തീരുമാനിക്കും. അപ്പോ നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. ആദ്യം വീട്. എന്റെ വാർഡിൽ ഞാൻ മെമ്പറായി 5 വർഷം പൂർത്തിയാകുമ്പോൾ നമ്മുടെ സർക്കാരിന്റെ മഹത്തായ ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തി നമ്മുടെ വാർഡ് ഞാൻ നിർദ്ദേശിച്ച ഏക വീട്.
അതൊക്കെ തോമസിന് കൈമാറും. അതെങ്ങനെ ശരിയാവാ? അവൻ ഇപ്പോഴും താമസിക്കാൻ വീടുണ്ട്. ഇത് ശരിയാവൂല. ഞാനും എൻ്റെ കുട്ടികളും കഴിഞ്ഞ 10 മാസമായിട്ട് പുറംപോക്കിന് ഷെഡ് കെട്ടിയാ താമസിക്കണേ. അതിന് കൂടുതൽ അർഹത നമ്മളാ. ഞങ്ങളിട്ട പോയിന്റ് അനുസരിച്ച് നിന്നേക്കാളും അർഹത ആ തോമസിനുണ്ട്. പിന്നെ അർഹതയുടെ കാര്യം അത് നീ നമ്മളെ പഠിപ്പിക്കണ്ട, അത് നമ്മൾ നോക്കിക്കോളാം. ഞാനും എൻ്റെ പിള്ളേരും നാളെ പഞ്ചായത്തിന്റെ മുമ്പിൽ ഒന്ന് സമരത്തിനിരുന്നതിനാ പിന്നെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റൂല കേട്ടോ. ചെയ്തോ സന്തോഷം. പക്ഷേ ഒരു കാര്യമില്ല. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിനക്കെന്താ അവകാശം? നീ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വോട്ടൊന്നുമില്ലല്ലോ. അതിന് ഞാൻ തൻ്റെ തറവാട് സ്വത്തല്ലല്ലോ ചോദിച്ചത്. എനിക്ക് താൻ തരാളെ എൻ്റെ അവകാശമാണ് ഞാൻ ചോദിച്ചത്. ആ അവകാശം കിട്ടണമെങ്കിൽ അത് കോടതി പോയി ചോദിക്കണം. അല്ല പിന്നെ എനിക്ക് എൻ്റെ അവകാശം ലഭിക്കണമെങ്കിൽ അങ്ങ് കോടതിയിലും തൻ്റെ കാലിലൊന്നും വീഴേണ്ട ആവശ്യമില്ല. ഈ 8-ാം തീയതി ഒന്ന് കഴിഞ്ഞോട്ടെ. തനിക്ക് കാണിച്ചു തരാം എന്താ ഒരു വാർഡ് മെമ്പറിന്റെ പവർ എന്ന്. ഇതെന്താന്നറിയോ നിങ്ങൾക്ക്? ഇതെന്താന്നറിയോ നിങ്ങൾക്ക്? അറിയൂല മെമ്പറിന്, അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ വെൽഫെയർ പാർട്ടിയുടെ, ഏതിന്റെ വെൽഫെയർ പാർട്ടിയുടെ പ്രകടന പത്രിക. ഇതില് താൻ എനിക്ക് തരാളെ ഞാനിപ്പോ ഒന്ന് ചോദിച്ച അവകാശവും അല്ലാത്ത ബാക്കി എല്ലാ അവകാശവും എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേൾപ്പിച്ചു തരാം. ഒന്നാമത്തെ, നമ്മുടെ മെമ്പറിന് കേട്ട് കേൾവി പോലും ഇല്ലാത്ത ജനകീയ ഗ്രാമസഭ. എന്താ? നമ്മുടെ കാര്യക്ഷമമായ ജനകീയ ഗ്രാമസഭ കൂടിയിട്ട് എത്ര നാളായി എന്ന് ചോദിച്ചു നോക്ക്. അത് നമ്മളെ കൂടാറൊക്കെ ഉണ്ട്. അത് നിങ്ങളൊന്നും കേൾക്കാത്ത കാണാത്ത നമ്മളൊന്നും അറിയുന്നില്ലേ ഈ ഗ്രാമസഭ കൂടുന്നത്. നിങ്ങളെ ജനങ്ങളെ അറിയിക്കാളാ. എന്തെങ്കിലും വഴി കണ്ടെത്തിയിട്ടുണ്ടോ? എന്തോരം വഴികളുള്ളത്, എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തീരുമാനിച്ചൂടെ? പിന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മ. ഇതിൽ പറയുന്നുണ്ട് തൊഴിലില്ലായ്മയ്ക്ക് ഏറ്റവും വലിയ പരിഹാരം. പ്രളയവും കൊറോണയൊക്കെ വന്നതിന് ശേഷം സാധാരണക്കാരന്റെ നടു ഒടിഞ്ഞിരിക്കുക. തൊഴിലില്ലായ്മയാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. നാട്ടുകാരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ലേബർ സപ്ലൈ സെന്റർ എന്താണെന്നറിയോ? അല്ല, നല്ല അറിയാവുന്ന നമ്മുടെ വാർഡ് മെമ്പർ ഇവിടെ നിൽക്കല്ലേ, ഇദ്ദേഹത്തോട് ചോദിക്കാം എന്താ ലേബർ സപ്ലൈ സെന്റർ. അതെന്താന്ന് വെച്ചാലേ നമ്മുടെ നാട്ടിൽ ഇതില്ലാത്തത് കൊണ്ടാണ് തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരവും ഇതുവരെ കാണാത്തത്. ഈ പഞ്ചായത്തിൽ അങ്ങനെ ഒന്ന് തുടങ്ങിയാൽ തന്നെ ഈ പഞ്ചായത്തിലെ ഈ തൊഴിലില്ലായ്മ പകുതിയും പരിഹരിക്കാൻ പറ്റും. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ ഞാനിപ്പോ നിങ്ങളോട് വന്ന് ചോദിച്ച അവകാശം എന്റെ അവകാശം, ഞാനിപ്പോ നിങ്ങളോട് വന്ന് ചോദിച്ച എന്റെ പാർപ്പിട പ്രശ്നം, പാർപ്പിട രഹിതർക്ക് ഇവിടെ പ്രശ്ന പരിഹാരം. പാർപ്പിട രഹിതർക്ക് പ്രശ്ന പരിഹാരം. നിങ്ങൾ തീർന്നു നാട്ടോ തോന്നുന്നത്. നിങ്ങളുടെ സർക്കാർ ഇത്രയും നാള് ഭരിച്ചിട്ട് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ നിങ്ങളുടെ സർക്കാരിലെ കഴിഞ്ഞ നിയമസഭയില് SC/ST-ക്കാർക്കായിട്ട് 305 കോടി നമ്മുടെ പാർപ്പിടത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നത്. അതിൽ ഒരു ചില്ലി കാശെങ്കിലും നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടോ? അത് ആ ഖജനാവില് ബാക്കി ഉണ്ടോ? അത് നമ്മൾ വെച്ചിട്ടൊക്കെ ഉണ്ട്. അത് നമ്മൾ ആവശ്യമുള്ള നേരത്ത് നമ്മൾ തരും. ആ ആവശ്യമുള്ള നേരത്ത് നമ്മൾ അങ്ങ് കൊടുക്കും. പക്ഷെ സർക്കാർ വെബ്സൈറ്റിലുണ്ടല്ലോ അതിൽ നിന്ന് ഒരു ചില്ലി കാശ് ചെലവഴിച്ചിട്ടില്ല. ഇതേതാണ് ഇനി ആവശ്യമുള്ള നേരം? അതും മറ്റു പാർട്ടിക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അത് നമ്മുടെ കുറ്റമൊന്നുമല്ല. നിങ്ങൾക്ക് എങ്ങനെ സർക്കാർ വെബ്സൈറ്റിലുണ്ട് എന്റെ മെമ്പറെ. അല്ല നാട്ടുകാരെ, നിങ്ങളോടൊന്ന് ഞാൻ ചോദിക്കട്ടെ, അവസാനത്തെ ചോദ്യം. ഇതും കൂടി ചോദിച്ചിട്ട് നമ്മളിതാ നിർത്തി. ഈ പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട ഈ വിഹിതം, ഈ അർഹതപ്പെട്ടവർക്ക് പെട്ട വിഹിതം ഈ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് അവര് തന്നെ പങ്കിട്ടെടുക്കുന്ന ഈ നെറുകെട്ട രാഷ്ട്രീയത്തിന് ഒരു അന്ത്യം കുറിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും തോന്നിയിട്ടില്ലേ? അതെ, വിവേചനങ്ങളില്ലാതെ എല്ലാവരിലേക്കും എത്തുന്ന വികസനം
ഇനിയെങ്കിലും നമ്മളെ വാതിന് വേണ്ടേ? വേണ്ടേ നമുക്ക് എന്തിനും എപ്പോഴും നമ്മുടെ നാട്ടാരോടെ നിൽക്കുന്ന ഒരു ജനപ്രതിനിധി. അതെ, വേണ്ട നമ്മുടെ നാട്ടിലെ നന്മയുള്ളൊരു മാറ്റം. അതിനാൽ ഇതാ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ചെക്കക്കോണം വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ വെൽഫെയർ പാർട്ടിയുടെ നൂർജഹാൻ സലാം. അതെ, നമ്മുടെ ചിഹ്നം ഗ്യാസ് സിലിണ്ടർ. അപ്പോ 8-ാം തീയതി പോളിംഗ് ബൂത്തിലോട്ട് പോകുമ്പോൾ ഓർക്കുക, നമ്മുടെ ചിഹ്നം ഗ്യാസ് സിലിണ്ടർ, നമ്മുടെ സ്ഥാനാർത്ഥി നൂർജഹാൻ. ഓരോ വോട്ടും വെൽഫെയർ പാർട്ടി ഗ്യാസ് സിലിണ്ടർ.